രേവതിക്കുട്ടിയെ ആലോചിച്ച് രോഹിത്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സ് രേവതിക്കുട്ടി ചെറുതായിട്ട് കീഴടക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അലീന പറയുന്നത്, ഞാനൊന്ന് രേവതിക്കുട്ടിയെ വിളിച്ച് പറയട്ടെ എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവൾ ഒരുപാട് സങ്കടപ്പെടുമെന്നും പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയോട് വിളിച്ച് പറയാനായിട്ട് പറയുന്നത് കാണാം. അങ്ങനെ രേവതിക്കുട്ടിയുടെ അടുത്താണെങ്കിൽ അലീന പറയുന്നുണ്ട്, ഞങ്ങളിതേ ഇവിടെ എറണാകുളത്ത് വന്ന് കയറിയിട്ട് കുറച്ച് നേരമായി, ചായ കുടിക്കുകയായിരുന്നു, അതിനുശേഷമാണ് നിന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, യാത്രയൊക്കെ സുഖകരമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. യാത്രയിൽ കുഴപ്പമൊന്നും ഉണ്ടായൊന്നുമില്ലെന്നേ, നീ പേടിക്കൊന്നും വേണ്ട, സങ്കടപ്പെടേണ്ട, നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും വരാവുന്നതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ വളരെയധികം സങ്കടത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ പോയപ്പോൾ ഇവിടെ എനിക്ക് ആരുമില്ലാതായി എന്ന് പറയുന്നു. ആരുമില്ല എന്ന് പറഞ്ഞാൽ സന്തോഷം ഒറ്റയടിക്ക് പോയ മാതിരി തോന്നി എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും സങ്കടപ്പെടേണ്ട മോളെ, സമയമാകുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി വരാമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രോഹിത്തിനാണെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് മുഴുവൻ രേവതിക്കുട്ടിയുടെ ചിന്തകളാണ് എന്ന് കാണാം. രേവതിക്കുട്ടിയായിട്ട് സംസാരിച്ചതും രേവതിക്കുട്ടിയായിട്ട് കളിച്ചതും ചിരിച്ചതുമായ മുഹൂർത്തങ്ങൾ. അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടിയെ ആലോചിക്കുന്ന രോഹിത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം രേവതിക്കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അലീനയെ സമീപിക്കാനായിട്ട് രോഹിത് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനം ഒടുവിൽ ഫലം കാണുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. അലീനയുടെ അടുത്ത് ചെന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, ചേച്ചി, രേവതിക്കുട്ടി എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ ഓർഫണേജിൽ വന്നത് എന്ന് ചോദിക്കുന്നു. രേവതിക്കുട്ടി നല്ല സ്വഭാവമുള്ള ആളാണോ എന്ന് ചോദിക്കുന്നു. ഈ സമയം അലീന പറയുന്നുണ്ട്, ചെറിയ എടുത്തുചാട്ടമുണ്ടെങ്കിലും അവൾ പാവമാണ്, അവൾ നല്ലവളാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെയാണെങ്കിൽ പറയാണെന്ന് വിചാരിച്ചാൽ രേവതിക്കുട്ടി എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. വന്നതിനെക്കുറിച്ച് രോഹിത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെന്ന് കാണാം. അതേസമയം അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്, എന്താ കാര്യം എന്ന് തിരക്കുന്നു. അല്ല, ഒന്നറിയണമെന്നുണ്ടായി, അത്രമാത്രമേ ഉള്ളൂ ചേച്ചി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അലീന എങ്ങനെയോ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണെന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.